കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ ബഹുനില കെട്ടിട ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ സമിതികൾ രൂപീകരിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് ആവശ്യമുള്ള പിന്തുണ സർക്കാർ നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയോടെ വിദ്യാർത്ഥികളുടെ പാഠ്യേതര കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിൽ എയ്ഡഡ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് മാനേജർമാർക്കും അതുപോലെ സർക്കാരിന്റെ എയ്ഡ് വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1916 സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായ CS സുബ്രഹ്മണ്യം പോറ്റിൽ ലോവർ ഗ്രേഡ് സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ ഈ വിദ്യാലയം സ്ഥാപിച്ചു. വിമർശനാത്മകമായി ചിന്തിക്കാനും സ്വയം നവീകരിക്കാനും നാളത്തെ വെല്ലുവിളികൾ നേരിടാനും യുവമനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. CR മഹേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് ചന്ദ്രൻ രചന നിർവഹിച്ച സിഗ്നേച്ചർ ഗാനം മന്ത്രി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികൾ ആലപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.